ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കോസ്റ്റ് സെൻറ്റർ വെച്ചിട്ട് ഓരോരോ ട്രാൻസാക്ഷൻ എങ്ങനെ അലോക്കേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. കോസ്റ്റ് സെൻറ്റർ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതിന് ഫസ്റ്റ് നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓൾറെഡി ഉള്ളതാണെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്താൽ മതി. എന്നിട്ട് കമ്പനീസിൽ ക്ലിക്ക് ചെയ്യുക. F11 ഫീച്ചേഴ്സിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്തതിന് ശേഷം ആ സ്ക്രീന് സേവ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യുക, അതല്ലെങ്കിൽ Ctrl+A പ്രസ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മാസ്റ്റേഴ്സിൻ്റെ ക്രിയേഷൻ സ്ക്രീനിൽ വരിക. അവിടെ ക്രിയേറ്റ് കൊടുക്കുക. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾക്ക് ഏത് എക്സ്പെൻസ് ആണോ അലോക്കേറ്റ് ചെയ്യേണ്ടത് ആ എക്സ്പെൻസിൻ്റെ പേര് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇപ്പോൾ സാലറി നിങ്ങൾക്ക് ഈച്ച് എംപ്ലോയി വൈസ് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എംപ്ലോയീസിൻ്റെ പേര് കൊടുക്കുക. അതെല്ലാം ഒരു അക്കോമഡേഷൻ്റെ റെൻറ്റോ കാര്യങ്ങളോ, റെൻറ്റ് ഇപ്പോൾ ഡിഫറെൻറ്റ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം എന്തൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത്, പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റോ പെർട്ടിക്കുലർ റിപ്പോർട്ട് വേണ്ടത് ഏതാണോ അത് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. നെക്സ്റ്റ് ഞാനൊരു വൗച്ചർ എൻട്രി ഇടുന്നത് കാണിച്ചു തരാം. വൗച്ചേഴ്സിൽ പോവുക. ട്രാൻസാക്ഷൻ്റെ ബിലോ നിങ്ങൾക്ക് കാണാം. വൗച്ചേഴ്സിൽ പോയിട്ട് ഇപ്പം ഞാനൊരു പേയ്മെൻറ്റ് എൻട്രിയാണ് ഇടുന്നത്. അപ്പോൾ കോസ്റ്റ് സെൻറ്റർ ക്ലാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എന്താ എൻട്രി ഇടുന്നത് വെച്ചാൽ അത്. ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് റെൻ്റാണ്. ഫസ്റ്റ് ഞാൻ ബാങ്കിലായിരുന്നു. ബാങ്കിനെ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സിൽ അവിടെയും ലെഡ്ജർ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഞാനില്ലാത്തതുകൊണ്ട് റെൻ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈ മാസ്റ്റർ സ്ക്രീനിൽ ഒന്നും ചെയ്യേണ്ട. ലെഡ്ജറിൻ്റെ ഗ്രൂപ്പ് അലോക്കേറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുക. ഇപ്പം നോക്കിക്കേ, നമ്മൾ എമൗണ്ട് ഇട്ട് ആ എൻട്രി സേവ് ചെയ്യാണ്. റെൻ്റ് എക്സ്പെൻസിൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ ഏത് ഫ്ലാറ്റിൻ്റെത് ഏതാണെന്നുള്ളത് വാറ്റ് ക്ലാസ്സിൽ കോസ്റ്റ് സെൻറ്റർ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തു സേവ് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ഏത് എക്സ്പെൻസ് ആണോ അലോക്കേറ്റ് ചെയ്യുന്നത് ആ എക്സ്പെൻസിൻ്റെ കോസ്റ്റ് സെൻറ്റർ ക്ലാസ് സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുക. ഇത് നമ്മൾ സാലറിയാണ് എൻട്രി ഇടുന്നത്. അപ്പോൾ സാലറീൻ്റെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ് എംപ്ലോയി എന്നുള്ളത് നമ്മൾ കോസ്റ്റ് സെൻറ്റർ ക്ലാസ്സിൽ കൊടുത്തു സേവ് ചെയ്തു. നരേഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നരേഷൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും നരേഷൻ വെച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ ടാലിയിൽ ആ ഓപ്ഷൻ ഉണ്ട്, ഫിൽട്ടർ ഓപ്ഷൻ. നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അതിൻ്റെ റിപ്പോർട്ട് എടുക്കുക. ഇപ്പോൾ ടാലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് ഗോ ടൂവിൽ ഡയറക്റ്റ്ലി പോവാം. എസ്കേപ്പ് ചെയ്തിട്ട് ഗേറ്റ് വേ ഓഫ് ടാലി പോകണ്ട. അതിനുള്ള ഓപ്ഷനാണ് ഗോ ടു. അവിടെ പോയിട്ട് ഞാനിപ്പം ഫ്ലാറ്റിൻ്റെ ഇതെടുത്തു, സാലറീൻ്റെ ഇതെടുത്തു, ഡീറ്റെയിൽസ് കിട്ടി. അപ്പോൾ അടുത്ത പേഴ്സൻ്റെ അതിന് ശേഷം നിങ്ങൾക്ക് കാണാം റിപ്പോർട്ട് ഇങ്ങനെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എംപ്ലോയിക്ക് ടെലിഫോൺ എക്സ്പെൻസോ വേറെ എന്തെങ്കിലും എക്സ്പെൻസോ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഇതിനകത്ത് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് സെൻറ്ററിൻ്റെ അലോക്കേഷൻ വരുന്നത്. എന്ത് എക്സ്പെൻസും നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതോ അല്ല ഒരു പെർട്ടിക്കുലർ വ്യക്തിൻ്റെതോ നിങ്ങൾക്ക് എക്സ്പെൻസ് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ടാലിയിൽ ചെയ്യാവുന്നതാണ്.